അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ള പാഠം ബാബു ഹുറൂഫിൽ ജസ്മി എന്നുള്ളതാണ്. ഓക്കെ, ജസ്മിൻ്റെ ഒരുപാട് ഹർഫുകൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇന്ന്, മന്ന്, മാ, മഹ്മ, അതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കുറച്ചൊരു ലമ്മ്, ലമ്മ, അലം, അലമ്മ എന്നുള്ളത്. ഇവകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്? ഫെയില് മുലാരി ഒരു ഫെയിലിനേക്ക് ജസ്മ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇന്ന് പറയുന്നത് ലമ്മ്, ലമ്മ, അലം, അലമ്മ, ലാമുൽ അംറ്, ലാമുൻ നഹി, ഇവകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒരു ഫെയില് മുലാരിക്ക് ജസ്മ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം, അതുപോലെ തന്നെ അതിൻ്റെ അൻഷിത്ത എല്ലാം നമുക്ക് ഈ ക്ലാസ് തന്നെ പറയണം. ബാബു ഹുറൂഫിൽ ജസ്മി, ജസ്മിൻ്റെ ഹർഫുകളെ കുറിച്ച് പറയുന്ന ബാബാണിത്. വഹുറൂഫുൽ ജസ്മി, ജസ്മിൻ്റെ ഹർഫുകൾ തഖ്തസ്സു ബിൽ അഫ്ആലിൽ മുസ്തഖ്ബില, തഖ്തസ്സു അത് പ്രത്യേകമായിരിക്കുന്നു, ബിൽ അഫ്ആലിൽ മുസ്തഖ്ബിലത്തി മുലാരിയായ ഫെയിലുകളോട്. ഇഖ്തസ്സ ബി എന്ന പ്രത്യേകമാവുക എന്നർത്ഥം. മുലാരിയായ ഫെയിലുകളോട് പ്രത്യേകമായിരിക്കുന്നു. അത് വരിക എവിടെയാണ്? ജസ്മിൻ്റെ ഹർഫുകൾ വരിക മുലാരിയായ ഫെയിലിലാണ് എന്ന അർത്ഥം. വഹുറൂഫുഹു, ജസ്മിൻ്റെ ഹർഫുകളാകുന്നത് ലം, ലമ്മ, അലം, അലമ്മ, ലാമു ഫിൽ അംരി, അമ്രിലുള്ള ലാമും. ഇതുപോലെ അമ്ര് ഗായിബ് ഉണ്ടല്ലോ, ലി എഫ് അൽ എന്നുള്ള, അതാണ് ലാമുൽ അമ്ര. പിന്നെ അതുപോലെ തന്നെ വലാ, ലാമല്ല ലാ എന്നുള്ളതും നഹി, നഹിയിലുള്ള ലായും എന്ന് പറഞ്ഞാൽ ലാ തഫ് അൽ എന്നുള്ളത് അല, ചെയ്യരുത് എന്നർത്ഥത്തിലേക്കുള്ള. ലി എഫ് അൽ ആണെങ്കിൽ അവൻ ചെയ്യട്ടെ. അവകളൊക്കെയാണ്. അവകൾ എന്ന് പറഞ്ഞാൽ ലമ്മ്, ലമ്മ, അലം, അലമ്മ, അമ്രിൻ്റെ ലാമ്, നെഹിൻ്റെ ലാ. ഫഹാദിഹിൽ ഹുറൂഫു, ഈ ഹർഫുകൾ തജ്സിമുൽ അഫ്ആൽ മുസ്തഖ്ബില, മുലാരിയായ ഫെയിലുകൾക്ക് അത് ജസ്മ് ചെയ്യുന്നു. തജ്സിമു, അത് ജസ്മ് ചെയ്യുന്നു, അൽ അഫ്ആൽ അൽ മുസ്തഖ്ബില, മുലാരിയായ ഫെയിലുകൾക്ക്. തഖൂലു, നീ പറയും, ലം യളിരിബ്, ലം യളിരിബ്. അതുപോലെ തന്നെ ലം യളിരിബ്, തഖൂലു നീ പറയുന്നതാണ്, ലം യളിരിബ് എന്ന് നീ പറയും. ഫതജ്സിമു, അപ്പോൾ ജസ്മ് ചെയ്തിരിക്കുന്നു, യളിരിബ് എന്നുള്ളതിനിക്ക് ജസ്മ് ചെയ്തിരിക്കുന്നു, ബിലം, ലമ്മ് കൊണ്ട് യളിരിബ് എന്നതിനിക്ക് ജസ്മ് ചെയ്തിരിക്കുന്നു. ഖാല അല്ലാഹു തആല, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ അലം നശ്റഹ് എന്ന് കേട്ടിക്കണില്ലേ? അലം നശ്റഹ് ലക സദ്റക് എന്നുള്ളതാണ് അലമിന് ഉദാഹരണം. അതിൻ്റെ അർത്ഥം നശ്റഹ് എന്ന് കണ്ടില്ലേ? അതുപോലെ തന്നെ അതിന് ഉദാഹരണങ്ങളും പുസ്തകത്തിൽ നല്ല ഒരു കൂട്ടത്തിൽ മനസ്സിലാക്കുക. അലം നശ്റഹ് അലമിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അലം, അതുപോലെ തന്നെ ലമ്മ, ലമ്മ എന്നുള്ളതും അതേ അർത്ഥത്തിൽ എനിക്ക് വരാൻ പറ്റും. ഇപ്പോൾ ലമ്മ ഉഖ്തിലിഫ, അല്ലെങ്കിൽ ലമ്മ ഉഖ്തിലിഫ അല്ല, ഫിൽ മുലാരിൽ വരണ്ടേ. അപ്പോൾ പോയപ്പോൾ എന്ന അർത്ഥത്തിന് കിട്ടുന്ന ലമ്മ എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അലമ്മ, അലമ്മി, അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞത് ലാമുൽ അമ്ര, അതന്നെ അറിയല്ലോ, ലി എഫ് എൽ എന്നുള്ളത് പോലുള്ളത്. ലാമിൻ നഹി അറിയാം, ലാ തഫ് അൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവകളൊക്കെയാണ് എന്ത്? മുലാരിയായ ഫിലിനിക്ക് ജസ്മ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അലം നശ്റഹ് അലമിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ലമ്മയും അതുപോലെ തന്നെ അലമ്മയും ലമ്മയും ഒരർത്ഥത്തിനിക്ക് എന്നർത്ഥം. അപ്പോൾ ലമ്മ എന്ന് വെച്ചിട്ട് പറയാൻ ഒരു ഉദാഹരണം, അതുപോലെ തന്നെ അലം വെച്ചിട്ടും ഫിൽ മുലാരി ചേർത്തിട്ട് ഉദാഹരണം പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്, അതിൻ്റെ വർക്കുകളുണ്ട്. അൻഷിത്തകളെന്ന് നോക്കുക. നുക്കമ്മൽ വിമായുനാസിമിൻ ആദിൽ ഹുറൂഫി വനുഗയ്യിർ മാ യൽസമു എന്ന് പറഞ്ഞത് ഇവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നുഗയ്യിറു മാ യൽസമു, മാറ്റം വരുത്താൻ നിർബന്ധമായ മാറ്റം വരുത്തുകയും ചെയ്യുക. ഫതഖതാബ അഹദൻ എന്നാണ്. അതുപോലെ തന്നെ തജ്ലിസ് ഹാഹുന യാ അഖി എന്നാണ്. അതുപോലെ തന്നെ അടുത്തതാണ് യഖ്സിറുൽ മുഅല്ലിമു ഫി ശർഹി ദുറൂസ്. അതുപോലെ തന്നെ
യക്തുബു ബിഖത്തിൻ ജമീൽ, നല്ല ഖത്തറില്ലേ, ഖത്ത് രീതി എന്നർത്ഥം, എഴുതുന്ന രീതി, അത് എഴുതുന്നു, അത് ആ രീതിയിൽ എഴുതുന്നു. അതുപോലെ തന്നെ യഹ്സുദു അഹദുൻ അഹദ, ഒരാളോടും ദേഷ്യപ്പെടുന്നു എന്നാണ് ഇവിടെ. അതുപോലെ തന്നെ അഹ്തഖിറു അഹദൻ, അഹ്തഖിറു, ഇഹ്തിഖാർ എന്ന് പറഞ്ഞാൽ എന്താ, ബഹുമാനിക്കുക, എന്താ പറയുക, നിസാരമാക്കുക. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ എന്ന ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ അഹ്തഖിറു അഹദൻ, ഒരാളെയും ഞാൻ നിസാരമാക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലം എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല എന്നർത്ഥമായിരിക്കും. അതുപോലെ തന്നെ ലമ്മാറ ചെയ്തപ്പോൾ എന്നർത്ഥം. ലാമുൽ അമ്ര അറിയല്ലോ, ലി എഫ് അൽ പോലുള്ളതായിരിക്കും. ഇപ്പോൾ ലാമുൻ നഹിയും ഞാൻ ചെയ്യരുത് എന്നർത്ഥത്തിനേക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ സാഹചര്യത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കുക. ഇതുപോലെ എന്താണ്, ഇപ്പോൾ യക്തുബു ബിഖത്തിൻ ജമീൽ, നല്ല ശൈലിയിൽ എഴുതുന്നു എന്നാണ്. അപ്പോൾ ഇതിലേക്ക് അതാണ് ചേർത്ത് കൊടുക്കുക. ഇവിടെ യക്തുബു എന്നാണ്. അപ്പം ഇനി ലാമുൽ അമ്രോ ലിയക്തുബ് അങ്ങനെ ആക്കാം, ലിയക്തുബ് ബിഖത്തിൻ ജമീലിൻ. അതുപോലെ തന്നെ യഖ്സിറുൽ മുഅല്ലിമു ഫി ശർഹി ദുറൂസ്, പാഠം വിശദീകരിക്കുന്നതിൽ അധ്യാപകൻ യഖ്സിറു ചുരുക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ചേർത്ത് കൊടുക്കുക, ലാ നഹീൻ്റെ ലാം ഏതായാലും പറ്റൂല, പിന്നെ ലമ്മ ചേർക്കാൻ പറ്റും, അതുപോലെ തന്നെ ലമ്മും ചേർത്ത് എഴുതാൻ പറ്റും അല്ലേ. ലം യഖ്സിർ അല്ലെങ്കിൽ ലമ്മ യഖ്സിർ, ലാമുൽ അമ്രും പറ്റും, ലി യഖ്സിർ അങ്ങനെ പറ്റും. പക്ഷെ അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയത് ലം യഖ്സിർ എന്നൊക്കെ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ തജ്ലിസു ഹാഹുന യാ അഹി, എൻ്റെ സുഹൃത്ത് എന്നെ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ അവരെ ഒന്നുകൂടി ബെറ്റർ ആയത് എന്തായിരിക്കും, നെഹി ആയിരിക്കും. അപ്പോൾ ലാ തജ്ലിസ്, നീ ഇരിക്കരുത്, ഹാഹുന അവിടെ. അതുപോലെ തന്നെ അയഹ്സുദു അഹദുൻ അഹദ, ഒരാളോടും ദേഷ്യപ്പെടുന്നു എന്നാണ്. അപ്പം ഇനി ദേഷ്യപ്പെടുന്നില്ല എന്നോ ഏതാണ് ഏറ്റവും ബെറ്റർ ആയത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുതി കൊടുക്കുക, ലമ്മോ ലമ്മയോ ഏതെങ്കിലും ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത് അഹ്തഖിറു അഹദൻ, അഹ്തഖിറു നിസാരമാക്കുന്നു, അഹദൻ ഒരാളെയും. അപ്പോൾ ഇവിടെ അഹ്തഖിറു എന്നാണ്. അപ്പോൾ ഏതായാലും ലാമിൻ്റെ എന്ത് വരാൻ പറ്റൂല, അമ്രിൻ്റെ ലാം വരാൻ പറ്റൂല, നഹീൻ്റെ ലാമും വരാൻ പറ്റൂലല്ലോ. അപ്പം എന്തായിരിക്കും, ലം അഹ്തഖിർ അഹദൻ എന്നായിരിക്കും. പിന്നുള്ളത് ലാ തഗ്താബു അഹദൻ എന്നാണ്, ഒരാളെയും തഗ്താബ എന്ന് പറഞ്ഞാൽ, ഗാബ എന്ന് പറഞ്ഞാൽ, ഗാബ നാം അറിയാം, അതിൽ നിന്നാണ് ഇത് ഇഗ്താബ ഉണ്ടായത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഗാബ എന്നുള്ളതിൻ്റെ അസല് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗാബ പറഞ്ഞാൽ ഗാബ എന്ന് പറഞ്ഞാൽ മറയുക, ദൂരത്താവുക എന്നാണ്. പക്ഷെ അതിലെന്ത് ഇഗ്താബ എന്നാകുമ്പോൾ കുറ്റം പറയുക, പരദൂഷണം പറയുക എന്നാണ്. ഗീബത്ത് പറയാന്ന് പറയുന്നത് അതാണ് എന്ത്, ഇഗ്താബ. അതിൻ്റെ മുളാരിയാണ് തഗ്താബു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത്, ഇവിടെ അമ്രോ നെഹിയല്ല, ലാ തഗ്താബ അഹദൻ, ഒരാളെ ഇനി നിസാര എന്താ കുറ്റം പറയരുത്. അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം. ഇവകൾ വന്നാൽ എന്തായിരിക്കും, ജസ്മായിരിക്കും, തഗ്താബ്. അതുപോലെ തന്നെ തജ്ലിസ്, യഖ്സിർ, യക്തുബ്, യഹ്സുദ്, അഹ്തഖിർ എന്നായിരിക്കും. അപ്പോൾ ഇതിൽ മാറ്റം വരുത്തേണ്ടതൊക്കെ മാറ്റം വരുത്തുക. ഇനി അടുത്ത വർക്ക് നുഅയ്യിനുൽ ഫിൽ മുളാരിൽ മജ്സൂമ ഫീമ യലി വനുബയ്യിന അലാമത്ത ജസ്മിഹി എന്നാണ്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളിലെ മുളാരിയായ മജ്സൂമായ ഫീലുകൾ ഏതൊക്കെയാണ്, അലാമത്തും ഏതാണെന്ന് എഴുതുക. അപ്പോൾ ലാ തുസാഫിർ വാഹിദൻ, നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. ലം യുഹ്മിൽ മുഹമ്മദൻ, മുഹമ്മദ് പിന്തിപ്പിച്ചില്ല, മടി കാണിച്ചില്ല, വാജിബഹു, അവൻ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവൻ അഹ്മല, യുഹ്മിൽ പറഞ്ഞാൽ അമാന്തം കാണിക്കുക, ഒരു പിന്നോട്ട് നിൽക്കുക എന്നർത്ഥത്തിനേക്കാണ്. അതുപോലെ തന്നെ ലിയഹ്രിസ് കുല്ലും മിന്ന അലാ നളാഫ്, ലിയുഹ്രിസ്, യുഹ്രിസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഹറസ അലാനാൽ അധികം താല്പര്യപ്പെടുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ കുല്ലും മിന്ന നമ്മളിലെ എല്ലാവരും താല്പര്യപ്പെടട്ടെ, അലാ നളാഫത്തി സഫി, ക്ലാസ് വൃത്തിയാക്കുന്നതിൽ, ക്ലാസ് റൂം വൃത്തിയാക്കുന്നതിൽ എല്ലാവരും ഒന്ന് താല്പര്യമുണ്ടാവട്ടെ. ലാ തഖ്തരിബ് മിനൽ ഹയവാനിൽ മുഫ്തരിസ്, വേട്ടയാടി പിടിക്കുന്ന ജീവികളുടെ അടുത്തേക്ക് നീ അടുക്കരുത്. ലാ തഖ്തരിബ്, നീ അടുക്കരുത്. അൽ ഉമ്മാലു, ജോലിക്കാർ, ലം യദ്ഹബു, അവർ, അവർ പോയി, യദ്ഹബു അല്ല, അപ്പോൾ അവർ പോയിട്ടില്ല, ഇല അമാലിഹിം, അവരുടെ ജോലികളിലേക്ക് അവർ പോയിട്ടില്ല എന്നാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഏതാണ് മുളാരി എന്നൊക്കെ എഴുതുക. അതുപോലെ തന്നെ ലമ്മാ തസിലിൽ ഖാഫിലത്തു ഇലൽ വതനി, ലമ്മാ തസിൽ എത്തിയപ്പോൾ എന്നർത്ഥം. ഖാഫിലത്തു
കാഫിലത്ത് പറഞ്ഞാൽ എന്താ? യാത്രാ സംഘം എത്തിയപ്പോൾ ഇൽവത്തനി നാട്ടിലേക്ക് എത്തിയപ്പോൾ എന്നൊക്കെ അർത്ഥത്തിലേക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട ഫീൽ മുലാരി ഇതിൽ നിന്ന് എടുത്ത് എഴുതുക. അതുപോലെ തന്നെ അലാമത്തുൽ ജസ്മും എഴുതുക. പിന്നെ അടുത്ത വർക്ക് നുദഖൽ ഹറഫൽ ജസ്മി അല ലഫാൽ താലിയ മാ ലബത്തി എന്നാണ്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഇഷ്റബു യാലു ഇഷ്റബു പറഞ്ഞാൽ അവൻ കുടിക്കുന്നു, യാലു പറഞ്ഞാൽ ഉയരുന്നു, നെക്കു പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നെജിരി പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്നു, യാമലൂൻ അവർ ജോലി ചെയ്യുന്നു. ഇതിലേക്കൊക്കെ എന്ത് ചെയ്യുക? ജസ്മിൻ്റെ ഹർഫുകളായ ലമ്മ് തുടങ്ങി ലമ്മ, അലം, അതുപോലെ തന്നെ അലമ്മ, ലാമുൽ അംറ്, ലാ നഹിയെ. അപ്പോൾ ഇവളിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഉദാഹരണം എഴുതുക. പിന്നെ ഇതിൻ്റെ ഇറാബ് തർക്കീബ് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ബാബു ഹുറൂഫിൽ ജസ്മി എന്നുള്ളത് ബാബു എന്നുള്ളത് കളയപ്പെട്ട മുബത്തയുടെ ഖബറായിട്ടുണ്ട്. ഹാദ ബാബു ഹുറൂഫിൽ ജസ്മി എന്ന ഹുറൂഫി എന്നുള്ളത് ബാബുവിൻ്റെ മുലാഫിലഹി, അതിൻ്റെ മുലാഫിലഹി ജസ്മി എന്നുള്ളത്. പിന്നെ വ ഹുറൂഫുൽ ജസ്മി എന്നുള്ള മുബത്തദ, ജസ്മി മുലാഫിലഹി, ആ മുബത്തയുടെ ഖബർ തഹ്തസ് ബിൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ളതാണ്. പിന്നെ ആ ജുംലയാണ് അവിടെ ഖബർ കേട്ടോ. പിന്നെ തഹ്തസ് എന്നുള്ളത് ഫീൽ മുലാരിയാണ്. ബിൽ അഫ്ആൽ ജാർ മജ്റൂർ താലിഖ് തഹ്തസിനോട്, അൽ മുസ്തഖ്ബില എന്നുള്ള സിഫത്ത്. പിന്നെ വ ഹുറൂഫുഹു എന്നുള്ള മുബത്തദ, മുബത്തയുടെ ഖബർ ലമ്മ്, ലമ്മ അങ്ങനെ ആ ഒന്നായിട്ട് അതിൻ്റെ ഖബറായിട്ട്. പിന്നെ വ ലമ്മ എന്നുള്ള വാവ് അത്തഫിൻ്റെ വാവായിട്ട്. പിന്നെ വല്ലാമു വാവ് അവിടെയൊക്കെ അത്തഫ്. പിന്നെ ഫിൽ അംരി എന്നുള്ളത് വല്ലാമു ഫിൽ അംരി എന്നുള്ളത് അമ്രിലുള്ളതായ ലാമു എന്നാണ്. അപ്പോൾ ഫിൽ അംരി എന്നുള്ള സിഫത്ത്. പിന്നെ വലാ എന്നുള്ളതും അവിടെ അത്തഫ്. ഫിന്നഹിയ നെഹിയിലുള്ള എന്നർത്ഥം. അപ്പോൾ ഫിന്നഹി എന്നുള്ളതും സിഫത്ത്. ഫഹാദിഹി എന്നുള്ളത് ഇഷാറത്താണ്, മുബത്തദാണ് ഹുറൂഫ്. പിന്നെ ആ മുബത്തയുടെ ഖബറാണ് തജ്സിമുൽ അഫ്ആൽ മുസ്തഖ്ബില എന്നുള്ളത്. തജ്സിമുള്ളത് ഫീല്, അതുപോലെ തന്നെ ലമീർ ഫായില അഫ്ആല എന്നുള്ളത് മഫൂല്, മുസ്തഖ്ബില എന്നുള്ള സിഫത്ത്. തഖൂൽ എന്ന ഫീല്, ലമീർ ഫായില്, ഖാലയുടെ മഖൂല് ലം യദ്രിബ് എന്നുള്ളത് ലം ഹർഫ് ജാസിമ്, യദ്രിബ് ഫീൽ മുലാരി മജ്സൂമ്. പിന്നെ ഫതജ്സിമു യദ്രിബു, എനിക്ക് ജസ്മ് ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ ഫീൽ ലം യുസമ്മ ഫായില്, യദ്രിബു എന്നുള്ള നൈബ് ഫായില്, ബിലമ്മ് ജാർ മജ്റൂർ താലിഖ് തജ്സിമുനോട് തന്നെ. കാല ഫീൽ അല്ലാഹു ഫായിൽ താല ഹാല്. പിന്നെ കാലയുടെ മഖൂലാണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളത്. പിന്നെ ലമ്മ് എന്നുള്ളത് ഹർഫ് ജസ്മ് ജാസിമ്, അതുപോലെ തന്നെ എലിദ് ഫീൽ മുലാരി മജ്സൂമ്, വലം യൂലദ് എന്നുള്ളത് അത്തഫ് വാവ് അത്തഫ്, ലം അതുപോലെ തന്നെ ജാസിമ്, യൂലദ് ഫീൽ മുലാരി മജ്സൂമ്, വലം എന്നുള്ളത് അവിടെ അത്തഫ് ഹർഫ് ജാസിമ്, യക്കു എന്നുള്ളത് ഫീൽ മുലാരി മജ്സൂമ്, ലഹു കാന ലഹു കുഫുവൻ അഹദ് എന്നാണ്. ഇവിടെ കുഫുവൻ അഹദുൻ എന്നർത്ഥം. കാന ലഹു കുഫുവൻ അഹദുൻ എന്നാണ്. അപ്പോൾ ലം യകുൽ ലഹു അവനിക്ക് ഇല്ല. അപ്പോൾ കാനക്ക് അഹദുൻ ഒരാളും ഇല്ല എന്നർത്ഥം. അപ്പോൾ കുഫുവായിട്ട് ഒരാളും ഇല്ല, കുഫുവാവുക എന്നർത്ഥം. അപ്പോൾ അത് മനസ്സിലാക്കുക. ലമ്മ് ജാസിമ്, യക്കു എന്നുള്ള ഫീൽ മുലാരി മജ്സൂമ്, പിന്നെ ലഹു എന്നുള്ളതോടെ ഖബറായിട്ട്, കുഫുവൻ എന്നുള്ളത് കാനയുടെ തമ്മീസായിട്ട്, അഹദുൻ എന്നുള്ളത് കാന താമാകുമ്പോൾ ഫായിലായിട്ടും. അത് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൻ്റെ വിശദീകരണമാണ് അടുത്ത പാഠത്തിൽ വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നുകൂടി ഇത് പറയണം. എന്നാൽ ഇതിൽ വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അയച്ചു തരിക. അസ്സലാമു അലൈക്കും.